ആവശ്യ പൂർത്തീകരണത്തിന് പറ്റിയ ആയത്താണ്. ജോലി ഹൈറായ ജോലി കിട്ടാൻ, നല്ല ഇന്റർവ്യൂവിൽ പാസ്സാവാൻ, നല്ല കച്ചവടം ഉണ്ടാവാൻ, പഠനമുണ്ടാവാൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു സമാധാനം ഉണ്ടാവാൻ ഈ 2 ആയത്ത് ഓതി നമ്മൾ ദ്വാരക്കണമെന്നാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സുബഹി നമസ്കാരം കഴിഞ്ഞ എല്ലാ ദിവസവും ഇത് ഓതുന്നത് പതിവാക്കി കഴിഞ്ഞാൽ അവനിക്ക് മരിക്കുന്ന സമയത്ത് സ്വർഗത്തിൽ അവന്റെ ആ ഒരു ഇരിപ്പിടം കണ്ട് മരിക്കാൻ പറ്റുമെന്നാണ്. കിടക്കുന്ന സമയത്ത് ഓതിക്കഴിഞ്ഞാൽ ദുസ്വപ്നം ഉണ്ടാവില്ല, ഉറക്കത്തിലുള്ള മരണത്തെ തൊട്ടുള്ള കാവലുണ്ടാകും, മുസീബത്ത് ആപത്തുകൾ ഉണ്ടാവില്ലെന്നാണ്. പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്തവര്, അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാത്തവര്, അതിൽ കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്തവര്, കുടുംബത്തിൽ ബറക്കത്തുണ്ടാവാനും സ്നേഹമുണ്ടാവാനും കണ്ണേറുകളെ തൊട്ടുള്ള കാവലുണ്ടാവാനും ഭാര്യയും ഭർത്താവും ഈ 2 ആയത്തുകൾ എപ്പോഴും ഓതണമെന്നാണ്. വെള്ളിയാഴ്ച ജുമാ നമസ്കാരം കഴിഞ്ഞ് ഇത് ഓതിയാൽ ദാരിദ്ര്യത്തെ തൊട്ടുള്ള കാവലുണ്ടാകുമെന്നാണ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഓതിക്കഴിഞ്ഞാൽ ആ ഭക്ഷണം കഴിച്ചതുകൊണ്ട് അവന്റെ ശരീരത്തിനൊരു കേടുപാടും സംഭവിക്കില്ലെന്നാണ്. മാത്രമല്ല ഗർഭിണികളായ സഹോദരിമാർ ഓതിയാൽ സ്വാലിഹീങ്ങളായ മക്കളുണ്ടാകും, സുഖപ്രസവം നടക്കുമെന്നും നമുക്ക് കിതാബുകളിൽ കാണാം. മാത്രമല്ല എല്ലാത്തിനും ഉപരിയായി മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് കിട്ടാൻ ഈ 2 ആയത്തുകൾ മതിയാകുമെന്നാണ്. പിന്നെയോ ഇത് ഓതുന്ന സമയത്ത് അല്ലാഹുവേ എനിക്ക് നീ ആഫിയത്തും ആരോഗ്യവും തരണേ എന്ന് മനസ്സിൽ കരുതിയിട്ടാണ് ഓതുന്നതെങ്കിൽ അല്ലാഹു തആല അവനിക്ക് ആരോഗ്യം കൊടുക്കുമെന്ന് നമുക്ക് മഹത്തുക്കൾ പറഞ്ഞു തരുകയാണ്. ഇത് അശുദ്ധിയുള്ള ഉമ്മമാർക്കും ഈ 2 ആയത്തുകൾ ഓതുന്ന സമയത്ത് ഒരു ദിക്റാണെന്ന് മനസ്സിൽ കരുതിയാൽ മതിയാകുന്നതാണ്. പരിശുദ്ധമായ ഖുർആനിലെ ബിസ്മിയില്ലാത്ത സൂറത്താകുന്ന സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്ത് ഇതൊക്കെ നമ്മൾ സ്ഥിരമായി ഓതുന്ന ആയത്താണ്. പക്ഷേ ഇത്രയധികം പ്രതിഫലമുണ്ടെന്ന് നമ്മൾ ഇപ്പോഴല്ലേ മനസ്സിലാക്കിയത്. മാത്രമല്ല ഇത് ഓതുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഇസ്മുകൾ അടങ്ങിയതായതുകൊണ്ട് ഇത് ഓതിട്ട് ദുആ എന്നാൽ അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കുമെന്നാണ്. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് ആ ആയത്ത് ഒരു 3 വട്ടം ഓതി ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. അള്ളാഹു തആല ഇത് ഓതുന്ന സമയത്ത് എന്തൊക്കെ മനസ്സിൽ നമ്മുടെ നിയ്യത്തുകളുണ്ടോ എല്ലാം അള്ളാഹു ഹാസിലാക്കി തരുമാറാവട്ടെ. നമ്മുടെ രോഗങ്ങൾ അള്ളാഹു തആല ഈ ആയത്തിന്റെ ബർക്കത്ത് കൊണ്ട് മാറ്റി തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് സിർറുൽ ഖുർആൻ മുറുകെ പിടിക്കേണ്ട ആയത്താൻ, നമ്മുടെ മക്കളെ കൊണ്ട് ഓദിപ്പിക്കേണ്ട ആയത്താൻ, മക്കളോട് കാണാതെ പഠിക്കാൻ പറയേണ്ട ആയത്താൻ, നമ്മളൊക്കെ കാണാതെ പഠിച്ച് സ്ഥിരമായി ഓതേണ്ട ആയത്താൻ. ഒരുപാട് നേട്ടങ്ങൾ, പ്രതിസന്ധികൾക്കുള്ള പരിഹാരമാണ് ഈ ആയത്തുകൾ. ഇൻഷാ അല്ലാഹ് സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്ത് ഓതിയാലോ? ഈ ആയത്ത് ഓതുമ്പോൾ ബിസ്മി ഓതേണ്ട കാര്യമില്ല, അഊദു മാത്രം ഓതിയാൽ മതി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഥവാ ആരെങ്കിലും ഒക്കെ ബിസ്മി ഓതി പോയെന്ന് വെച്ച് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, എന്നാലും ബിസ്മി ഓതണ്ട, അഊദു മാത്രം ഓതിയാൽ മതി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. അൽഹംദുലില്ലാഹ് ഈ ആയത്തുകൾ വളരെ എളുപ്പമാണ് പഠിക്കാൻ. നോക്കി ആദ്യം ഓതി വരുമ്പോൾ നമുക്കത് മനഃപ്പാഠമാകും. ഇൻഷാ അല്ലാഹ് എൻ്റെ ഉമ്മച്ചിമാരെ ഓതാൻ മറക്കരുതേ. ദുആ രക്കണേ, എല്ലാവർക്കും വേണ്ടി ദുആ രക്കണം.